ഇക്ബാൽ പറഞ്ഞ പോലെ നമ്മുടെ കാലത്ത് സൂക്ഷ്മമായ കാര്യങ്ങളെ കേന്ദ്രമാക്കിയുള്ള ആരോഗ്യകരമായ സംവാദങ്ങൾ പൊതുവിൽ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കേരളം പോലുള്ള ഒരു പ്രദേശത്ത്, പ്രത്യേകിച്ച് ഏറെക്കുറെ പല നിലകളിൽ പ്രബുദ്ധർ എന്ന് വിളിക്കാവുന്ന ഒരു സമൂഹത്തിൽ എന്തുകൊണ്ടാണ് ആരോഗ്യകരമായ സംവാദങ്ങൾ ഉണ്ടാകാതെ പോകുന്നത്? ഒരു സംവാദം സംഭവിച്ചാൽ അത്രയും സൗഹൃദ നഷ്ടം അതിൻ്റെ അനിവാര്യ തുടർച്ചയായിത്തീരുന്ന ഒരു പശ്ചാത്തലം, പരസ്പരമുള്ള അഭിപ്രായ വിനിമയം നമ്മുടെ ആന്തരിക ജീവിതത്തിന് കരുത്ത് പകരുന്നതിന് പകരം നമ്മെ പരസ്പരം അകറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്, സൂക്ഷ്മമായ കാര്യങ്ങളോട് സംവദിക്കുന്നതിൽ അസമർത്ഥമാവുന്ന ഒരു സാംസ്കാരിക പശ്ചാത്തലം കേരളത്തിൽ മാത്രമല്ല, മറിച്ച് ഇന്ന് ലോകവ്യാപകമായി തന്നെ കണ്ടുവരുന്നുണ്ട്. ആനന്ദവാദം, ഹെഡണിസം എന്നുള്ളത് ഒരു ജീവിത തത്വചിന്തയായി മാറുന്ന ഒരു കാലം. അത്തരമൊരു കാലത്ത് ഡോക്ടർ പി കെ പോക്കറിൻ്റെ എരിക്കിൻ തീ എന്ന് പറയുന്ന, ഇക്ബാൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ആത്മകഥയുടെ 4ാം പതിപ്പാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ പതിവ് പ്രകാശനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, പതിവ് പ്രകാശനങ്ങൾക്കെതിരെയുള്ളൊരു വിമർശനമല്ല, മറിച്ച് പല കാരണങ്ങളാൽ പ്രകാശനം എന്ന് പറയുന്നത് സൗഹൃദത്തിൻ്റെ ഒരു ഒത്തുചേരൽ മാത്രമായി അവസാനിക്കുകയാണ് ചെയ്യാറുള്ളത്. അതിൻ്റേതായ നന്മകളുണ്ട്. എന്നാൽ അങ്ങനെ പോരാ. ഈ ആത്മകഥ, പോക്കർ മാഷിൻ്റെ ആത്മകഥ എരിക്കിൻ തീ അവതരിപ്പിക്കുന്ന ഒരു ആശയ ലോകമുണ്ട്. അത് മാഷിൻ്റെ അനുഭവങ്ങൾ മാത്രമല്ല, ആ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം എത്തിപ്പിടിക്കേണ്ട, പല കാരണങ്ങളാൽ എത്തിപ്പിടിക്കാൻ നമ്മൾ പ്രയാസപ്പെടുന്ന ആദർശങ്ങളുണ്ട്. നിലനിൽക്കുന്ന യാഥാർത്ഥ്യം നമ്മളെ പരിമിതപ്പെടുത്തുമ്പോൾ സ്വപ്നത്തിലെങ്കിലും ആ ആദർശം നമ്മെ വിസ്തൃതപ്പെടുത്തുന്നുണ്ട്. ആ വിസ്തൃതപ്പെടുത്തുന്ന ആദർശങ്ങളുടെ ലോകത്തിലേക്ക് വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ, വിയോജിപ്പ് ജനായത്തത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അപരാധമല്ല. ഒരാൾക്ക് സൂക്ഷ്മമായി സ്വയം സംവദിക്കുകയാണെങ്കിൽ അയാളിൽ തന്നെ ധാരാളം വിയോജിപ്പുകൾ ഉണ്ടായിത്തീരുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് എല്ലാതരം വിയോജിപ്പുകൾക്കിടയിലും ഒരു മതനിരപേക്ഷ ജീവിത മാതൃക മുന്നോട്ട് വെക്കപ്പെടേണ്ടതുണ്ട്. മതമുള്ളവർ, മതമില്ലാത്തവർ, മതത്തെ വ്യത്യസ്ത രീതിയിൽ വ്യാഖ്യാനിക്കുന്നവർ ഉൾപ്പെടെ എല്ലാ മനുഷ്യരും. എന്നാൽ ഈ തരത്തിലുള്ള ഒരു അവതരണം ജാതിയെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മുടെ ഇന്നത്തെ സംവാദം വർഗം സ്വത്വം എന്ന് പറയുന്ന ഈ സംവാദം, പ്രത്യേകിച്ചും അപരവൽക്കരണം തീവ്രമായി തീരുന്ന ഒരു പശ്ചാത്തലത്തിൽ അതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. കാരണം കേരളം ഇന്ന് വളരെ അഭിമാനത്തോടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ടി.എസ്. ശ്യാംകുമാർ, അതോടൊപ്പം ഈ പുസ്തകം എഴുതിയ കേരളത്തിലെ മാർക്സിസ്റ്റ് ആശയലോകത്തിന് മൗലികമായ സംഭാവനകൾ നൽകുന്ന, ഇനിയും നൽകാൻ കഴിവുള്ള ഡോക്ടർ പി കെ പോക്കർ മാഷ്, സ്വത്വത്തെക്കുറിച്ച് പറയുമ്പം നമ്മുടെ കലാലോകത്ത്, പ്രത്യേകിച്ച് സിനിമയിലൊക്കെ കൊടിപറത്തുന്ന സവർണ മേൽക്കോയ്മയെക്കുറിച്ച് സൂക്ഷ്മതലത്തിൽ, ഒരുപക്ഷെ തലനാരിഴ കയറുന്ന കൃത്യതയോടെ അന്വേഷണം നടത്തുന്ന പ്രിയപ്പെട്ട ജി പി രാമചന്ദ്രൻ, നേരത്തെ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്ന, ഒരുപക്ഷെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്, രാഷ്ട്രീയം പറയുക എന്നുള്ളത് എന്തോ ഒരു അപരാധമായി, കുറ്റമായിത്തീരുന്നൊരു കാലത്ത് ഇവിടെ രാഷ്ട്രീയം പറയുവിൻ എന്ന് തൻ്റെ കവിതകളിലൂടെ, പ്രിയ കവി രാവുണ്ണിയുടെ പുറത്തിറങ്ങാൻ പോകുന്ന കവിതാ സമാഹാരത്തിൻ്റെ പേര്, ആ പേര് തന്നെ മതി
നമ്മുടെ അലസ ജീവിതത്തെ പിടിച്ചു കുലുക്കാൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ പേര് ഇവിടെ രാഷ്ട്രീയം പറയുവിൻ എന്നാണ്. രാവുണ്ണി ഈ പുസ്തകം സ്വീകരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിലെ മാധ്യമരംഗത്ത് ഒരു കാലത്ത് സജീവമായി നിറഞ്ഞു നിൽക്കുകയും ഇപ്പോൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സാംസ്കാരിക മണ്ഡലത്തിൽ സ്വന്തം പ്രതിഭയുടെ മുദ്ര പതിപ്പിക്കുകയും ചെയ്യുന്ന ഡോക്ടർ ശ്രീകല, ഒരുപക്ഷെ ഈ സദസ്സിന് അത്ര പരിചയമില്ലാത്ത ഒരാൾ എന്നെനിക്ക് തോന്നുന്നത്, പരിചയമുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഡോക്ടർ അശോകൻ മുണ്ടൻ. കേരളത്തിലെ നവോത്ഥാന ചരിത്രത്തിൽ ഒരുപക്ഷെ വേണ്ടത്ര നമ്മുടെ ശ്രദ്ധ പതിയാതെ പോയ ഒരു മണ്ഡലത്തിൽ വളരെ ഗൗരവപൂർണമായ ഗവേഷണ പ്രവർത്തനം നടത്തിയ ഞങ്ങളുടെയൊക്കെ സുഹൃത്താണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗ അധ്യാപകനായിരുന്നു ഡോക്ടർ അശോകൻ മുണ്ടൻ. ഇങ്ങനെ ഈ സംവാദത്തിൽ, പിന്നെ ഈ സദസ്സും, കാരണം പുസ്തക പ്രകാശനത്തോടനുബന്ധിച്ചൊരു സംവാദമാണ്, ആ സംവാദ വിഷയമാവട്ടെ നമുക്കെല്ലാവർക്കും, ഞാനൊരല്പം തമാശയായിട്ടില്ല, ഒരു തമാശയില്ല, ഒരുപക്ഷെ വളരെ ഗൗരവപൂർണമായ കാര്യങ്ങൾ തമാശയായി തീരുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് ഒരു ഘട്ടത്തിൽ കേരളത്തിൽ സ്വത്ത് സംബന്ധമായ സംവാദങ്ങൾ വന്നപ്പോൾ പല സുഹൃത്തുക്കളും എന്നോട് ചോദിച്ചത്, നിങ്ങളുടെ സംഘടനയിലൊക്കെ എന്തോ സ്വത്ത് പ്രശ്നം ഉണ്ടല്ലോ, എത്ര കിട്ടും എന്നൊക്കെയുള്ള തരത്തിൽ, ഇതെന്തോ സ്വത്ത് പങ്കുവെക്കുന്ന എന്തോ ഒരു പ്രശ്നമാണ് എന്ന മട്ടിൽ ആളുകൾ അതിനെ മനസ്സിലാക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഇത് എന്താണ്, ഇതെന്തിനെക്കുറിച്ചുള്ള ആലോചനയാണ് എന്ന് സൂക്ഷ്മതലത്തിൽ മനസ്സിലാക്കാതെ വളരെ ഉപരിതലത്തിൽ തൊലിപ്പുറമേ ഉരസിപ്പോകുന്ന ഇക്കിളികളിൽ അഭിരമിക്കുന്ന ഒരു പൊങ്ങ് ജനത, T.S. എലിയറ്റൊക്കെ പറയുന്നുണ്ടല്ലോ ഹോളോമാൻ, അങ്ങനെയുള്ള പൊങ്ങ് മനുഷ്യന്മാർ, അകം ശൂന്യമായി ചണ്ടി കുത്തി നിറയ്ക്കപ്പെട്ട പൊങ്ങ് മനുഷ്യന്മാർ, അവരുടെ ഒരു അഭിപ്രായ പ്രകടനമായിട്ട് ഇതിനെ ഒന്നും വേണ്ടത്ര ഒരലസത, അതിന് പ്രതിരോധിക്കുന്ന തരത്തിലുള്ള ഒരു സംവാദമാണ്. അതുകൊണ്ട് ഈ സദസ്സിന് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം നിർവഹിക്കാനുണ്ട്. പിന്നെ ഈ സംവാദത്തിൽ ഇടപെട്ടുകൊണ്ട് ഇതിൽ ഉയർന്ന വരുന്ന കാഴ്ചപ്പാടുകൾ, ആ കാഴ്ചപ്പാടുകളെല്ലാം ഇന്നത്തെ ഒരു ദിവസം ഇവിടെ വൈകുന്നേരം ഉരുട്ടി ഒരു വലിയ ഉണ്ടാക്കി ഉത്തരവാക്കി അവതരിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കപ്പെടുക. അതിൽ ഡോക്ടർ P.K. പോക്കർ പ്രധാനമായിട്ടും കേരളത്തിലെ, അതുകൂടി ഒരു വാചകത്തിൽ പറയേണ്ടതുണ്ട്, ഏതെങ്കിലും ഒരു മൗലികമായ കാഴ്ചപ്പാട് തത്വചിന്ത പുലർത്തുന്ന ആളുകൾക്കിടയിൽ ജനായത്തപരമായ മൗലിക തത്വങ്ങളിൽ യോജിപ്പ് പുലർത്തിക്കൊണ്ട് തന്നെ വിശദാംശങ്ങളിൽ വിയോജിപ്പുകൾ ഉണ്ടായിത്തീരാവുന്നതാണ്, ഉണ്ടായിത്തീർന്നിട്ടുണ്ട്. ലോക ചരിത്രം അതിന് സാക്ഷിയാണ്, ഇന്ത്യാ ചരിത്രവും സാക്ഷിയാണ്, മലയാളിയുടെ ജീവിതവും അതിന് അന്യമല്ല. അതുകൊണ്ട് ഇടതുപക്ഷ കാഴ്ചപ്പാട് പുലർത്തുന്നവർക്കിടയിൽ തന്നെ ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുക, അല്ലെങ്കിൽ മതനിരപേക്ഷത ശക്തിപ്പെടുത്തുക എന്നതിൻ്റെ ഭാഗമായി സംവാദങ്ങൾ ആവശ്യമുണ്ട്. അത്തരത്തിൽ കേരളത്തിൽ നടന്നൊരു സംവാദമാണ്. ആ സംവാദത്തിന് ഗുണഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ആദിമ ജനത എന്ന് വിളിക്കുന്നവർ, ഇന്ത്യൻ ഫാസിസ്റ്റുകൾ അവരെ വനവാസി എന്നാണ് വിളിക്കുന്നത്. അതോടെ അതിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കം ചോർന്നു പോവുകയാണ്. അവർ കാട്ടിലാണോ നാട്ടിലാണോ താമസിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരു ജനതയെ അടയാളപ്പെടുത്തുന്നത്. വനവാസി എന്നുള്ളത് ഉപരിതലത്തിലുള്ള ഒരു നാമവൽക്കരണമാണ്. എന്നാൽ നമുക്കറിയാം, ആദിമ ജനത എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ വ്യത്യസ്ത തൊഴിലുകൾ ചെയ്യുന്ന, ഉൽപ്പാദന സമ്പ്രദായത്തിൻ്റെ വളർച്ചയോടനുബന്ധിച്ച് ഉണ്ടായി വന്ന സാമൂഹ്യ വിഭജനത്തിൻ്റെ ഒരു മാതൃക എന്ന അർത്ഥത്തിൽ ക്ലാസ് വർഗം എന്ന് പറയുമ്പോൾ, ആ വർഗ രൂപീകരണത്തിന് മുമ്പ് തന്നെ മനുഷ്യരൂപീകരണത്തിൻ്റെ പ്രാഥമിക ആധാരമായി നിലകൊണ്ടത് എന്താണ് എന്നൊരു ചോദ്യം നമ്മെ അഭിമുഖീകരിക്കും. വർഗരഹിതമായ സമൂഹത്തിലെ മനുഷ്യജീവിതത്തിൻ്റെ ആധാരരൂപങ്ങൾ എന്ത് എന്ന അന്വേഷണം തീർച്ചയായും നമ്മെ സ്വത്വം എന്നതിലേക്ക് നയിക്കും. ഇനി ആധുനിക വർഗരഹിത സമൂഹത്തിൽ അപ്പോഴും വർഗമുണ്ടാവില്ല, പക്ഷേ അവിടെ സ്വത്വത്തിൻ്റെ ജനായത്തപരമായ പൂർണ്ണ വികാസം വിതിൻ കോട്ട് ഉണ്ടായിത്തീരാനുള്ള സാധ്യതയാണുള്ളത്. അതുകൊണ്ട് നമുക്ക് അലസമായിട്ട്
ഇവിടെ ഇക്ബാൽ സ്വാഗത പ്രസംഗം നടത്തുമ്പോൾ അദ്ദേഹം പേര് പൊട്ടിത്തെറിക്കുന്ന ഒരു വസ്തുവായിട്ട് മാറുന്നൊരു പശ്ചാത്തലം. ആരും ഇതൊന്നും ആലോചിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ ജീവിത സന്ദർഭങ്ങളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രത്യേക പേരുള്ളവരെ നിരീക്ഷിക്കുന്ന, ഇനി പ്രത്യേകിച്ച് ഭരണകൂടത്തിൻ്റെ നിർദ്ദേശമൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യരിലേക്ക് പോലും വളരെ വിധ്വംസകമായ വെറുപ്പിൻ്റെ വൈറസ് കടന്നു കയറുന്ന ഒരു കാലമാണ്. ഒരാൾക്ക് അയാളുടെ പേര് പറയാൻ തന്നെ പേടിയാവുന്ന ഒരവസ്ഥ, ഒരാൾക്ക് അയാളുടെ വസ്ത്രം തന്നെ വിനയായിത്തീരുന്ന അവസ്ഥ, വിശ്വാസം വിനയായിത്തീരുന്ന അവസ്ഥ, ഇതൊക്കെ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഈ കാലം ഏറ്റവും മുൻഗണന നൽകേണ്ട പ്രധാനപ്പെട്ട ഒരു അന്വേഷണ വിഷയമാണ് ഇവിടെ ഇന്ന് ആലോചനക്കെടുക്കുന്നത്. നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഡോക്ടർ ടി എസ് ശ്യാംകുമാർ ഈ സാംസ്കാരിക കൂട്ടായ്മയുടെ ഉദ്ഘാടനവും ഡോക്ടർ പി കെ പോക്കറിൻ്റെ എരിക്കിന്ത്യ എന്ന പുസ്തകത്തിൻ്റെ 4ാം പതിപ്പിൻ്റെ പ്രകാശനവും നിർവഹിക്കും. ഡോക്ടർ ശ്രീകല അത് ഏറ്റുവാങ്ങും. തുടർന്ന് നടക്കുന്ന സംവാദം, അതിൽ സദസ്സിൻ്റെ ഇടപെടൽ ഉൾപ്പെടെ ഈ ഒരു 2-2.5 മണിക്കൂർ നമ്മുടെ ജീവിതത്തിന് കുറേ കൂടി ജനായത്ത മതനിരപേക്ഷ മാനവിക ഉള്ളടക്കം നൽകാൻ സഹായകമായി തീരും എന്ന പ്രത്യാശയോടെ അധ്യക്ഷൻ്റെ പ്രഭാഷണമോ മറ്റ് ഇടപെടലുകളോ പ്രതീക്ഷിക്കപ്പെടുന്നില്ല. എന്നാൽ അത്യന്തം അനിവാര്യമായി തീരുന്ന ഘട്ടത്തിൽ അതിനാണല്ലോ ഒരധ്യക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇത്തരത്തിലുള്ളൊരു സംവാദങ്ങളിലൊക്കെ ഒരു ഇടം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് സമയത്തിൻ്റെ ക്രമീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ ജനായത്തപരമായി, അതിൻ്റെ ആവശ്യം ഇതുപോലൊരു പ്രബുദ്ധ സദസ്സ് ഉണ്ടാവില്ല എന്നറിയാം. അതുകൊണ്ട് വിഷയാവതാരകന് പിന്നെ കുറച്ചധികം സമയം എടുക്കാവുന്നതാണല്ലോ, നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ സാംസ്കാരിക കൂട്ടായ്മയുടെ ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും നിർവഹിക്കാൻ ഡോക്ടർ ടി എസ് ശ്യാംകുമാറിനെയും അതേപോലെ തന്നെ ഡോക്ടർ ശ്രീകലയെയും ക്ഷണിക്കുന്നു.